ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കർക്കിടക സ്പെഷ്യൽ എള്ളുപൊടിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ഞാനിതൊന്ന് ട്രൈ ആക്കി നോക്കിയപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാ. അപ്പോൾ ഞാൻ എള്ള് നല്ലപോലെ കഴുകി ഒരുപാട് തവണ കഴുകി എടുക്കണം കേട്ടോ. നല്ലപോലെ കഴുകി അതൊന്ന് വെള്ളം ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫാനിൻ്റെ ചോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിലത്തൊന്ന് കുറച്ച് നേരം വെക്കാം. എന്നിട്ട് വെള്ളം നല്ലപോലെ പോയ ശേഷം നല്ല ചൂടായ പാനിലിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. നല്ല ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഒരു സിം ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ, അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണേ. എൻ്റെ വോയിസിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അപ്പോൾ അത് ക്ഷമിക്കാം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കുക. ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നൊരു സൗണ്ട് ഉണ്ടാവുമല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഇങ്ങനെ നമ്മളെ എള്ള് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നൊരു സൗണ്ട് കേൾക്കും. ആ ഒരു സൗണ്ടാണ് നമ്മുടെ ഒരു കറക്റ്റ് ടൈം കേട്ടോ. അത്രയും ടൈം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. എള്ളിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. കാൽഷ്യം, റിച്ച് ഇൻ കാൽഷ്യമാണ്, പ്രോട്ടീൻസിൻ്റെ ഒരു കലവറയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. നമ്മളെ മുടിക്ക് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്, നമ്മളെ എല്ലിന് നല്ലതാണ്. എല്ലാം കൊണ്ടും എള്ള് ഭയങ്കര നല്ലതാണ്. ബ്രസ്റ്റ് ഫീഡിങ് ആയ മദേഴ്സിനും ഒത്തിരി നല്ലതാണ് എള്ള്. പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന്, സ്കിൻ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഒരുപാടുള്ള സംഭവങ്ങളാണ് ഈ എള്ള് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഡെയിലി ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കുട്ടികൾക്കും ഇത് കൊടുക്കാൻ പറ്റും. തീരെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ഡെയിലി കൊടുക്കാം കേട്ടോ. വളരെ നല്ലതാണ് ഈ ഒരു എള്ളിൻ്റെ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ എള്ളൊക്കെ ഇവിടെ ഒരു പൊട്ടുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ ഒരു സൗണ്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിടാം കേട്ടോ. പിന്നെ ഒത്തിരി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് റോസ്റ്റ് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ, അപ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും. ഇപ്പോൾ കാണില്ലേ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇനി നമുക്ക് അത് നമ്മുടെ എള്ള് നമ്മൾ മാറ്റി വെച്ചിട്ട് കടല വേണം. ഇതുപോലെ ഞാൻ ഒരു 2 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പോളം കടല അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. വറുത്ത കടലയല്ല, വറുക്കാത്ത കടല കേട്ടോ. അപ്പോൾ അതും കൂടെ നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. നല്ല വറുത്തെടുക്കണം കേട്ടോ. കടലയാണെങ്കിലും ഇത് നമ്മളിനി വേറെ പ്രോസസ്സൊന്നും ചെയ്യണില്ലല്ലോ, നേരെ നമ്മൾ പൊടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ കടലയും നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. പച്ച കടല എടുക്കരുത് കേട്ടോ. ഇതും കൂടെ നമ്മൾ ഈ കടലയുടെ കളറൊന്ന് ചേഞ്ചായി വരില്ല, ആ ഒരു ടൈം വരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ മറക്കരുത്. അപ്പോൾ നമ്മുടെ കടല ഇതുപോലെ പൊട്ടി അതിൽ തോലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ആയിട്ടുണ്ട്. എങ്കിലും കുറച്ചും കൂടെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് നല്ലത്. എങ്കിലും അത് വേറെ ഡൈജസ്റ്റീവ് ഇഷ്യൂ ഒന്നും ഉണ്ടാവാതെ. കടല ചില കുട്ടികൾക്ക് അലർജി പ്രോബ്ലംസ് ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ കടല ഒക്കെ അലർജി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ തേങ്ങയും ഇതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും ഒത്തിരി നേരിട്ടിട്ട് ഇതാക്കേണ്ട, നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത് കൊണ്ട് ആ പാൻ്റെ ആ ഒരു ചൂട് കൊണ്ട് തന്നെ തേങ്ങ പെട്ടെന്ന് റോസ്റ്റാക്കി കിട്ടും കേട്ടോ. നമ്മളിതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കല്ലേ, അങ്ങനെ ഒരു മിക്സ്ചറല്ല ഇത്. നമ്മളിനി സെപ്പറേറ്റ് വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ തേങ്ങ കൂടെ നന്നായിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. തേങ്ങയുടെ അളവൊക്കെ നമുക്ക് നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. തേങ്ങയും നിങ്ങൾക്കറിയാം നല്ലതാണ്. ഇത് ബ്രസ്റ്റ് ഫീഡിങ് മദറിന് അടിപൊളിയാണ് കേട്ടോ. പാലുണ്ടാവാനും പാലിന് നല്ല വിറ്റാമിൻസും മിനറൽസും എല്ലാം കൂടുതലും ബേബീസിന് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലതാണ് ഈ ഒരു എള്ളുപൊടി. ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിനൊന്നുമല്ല, എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും. നമ്മളെ ഊരവേദന അങ്ങനത്തെ കുറേ വേദനകൾ കാര്യങ്ങൾക്ക്, പിന്നെ ചെറിയ കുട്ടികൾക്ക് ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. മുടി ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്കിത് ഓരോന്ന് സെപ്പറേറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിതാ എള്ളൊന്ന് ആദ്യം എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ എള്ളിതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കടിക്കാൻ പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തെടുക്കുക. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ, നമ്മൾ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഫൈനായിട്ട് പൊടിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം കുട്ടികൾക്ക് ചിലപ്പോൾ എള്ള് കടിക്കുമ്പോൾ വലിയൊരു ഇഷ്ടം കാണില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫൈൻ ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കടല നല്ലപോലെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നമുക്കിതൊന്ന് ക്രഷാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആ സെയിം ജാറിലിട്ടിട്ട് തന്നെയാണ് നമ്മുടെ കടലയും നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ തേങ്ങയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയുമാണ് നമുക്കിതിനേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും പഞ്ചസാര ഒന്നും യൂസ് ചെയ്യാണ്ട് ഇരിക്കുക. ശർക്കരയാണെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തിയാണ്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ പൊടിച്ച ശർക്കര വാങ്ങാൻ കിട്ടുമല്ലോ, പൊടിയുള്ള ശർക്കര, അതാണ് ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോർമലി ശർക്കര ചീകിയിട്ട് അങ്ങനെ ചേർത്തെടുക്കുക. മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കര ചേർത്തെടുക്കാൻ അവിടെ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ ഒന്നുകൂടെ ഹെൽത്തിയാണ്, ഒന്നുകൂടെ അയണും കാര്യങ്ങളൊക്കെ കിട്ടാനും കൂടെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഒരു വട്ടമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഈ ഒരു കർക്കിടക മാസത്തിൽ എന്തായാലും ഒരു തവണ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. കർക്കിടക മാസം എന്നല്ല കേട്ടോ, തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. കർക്കിടക മാസം ആകുമ്പോൾ നമുക്കൊന്നും കൂടെ ഒരു സ്പെഷ്യലാണല്ലോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണം. ഇത് കഴിച്ചവരുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്കത് ഇത്രയാണ് ഈ ഒരു വലിയ ബോട്ടിലും ഈ ഒരു ചെറിയ ബോട്ടിലേക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ.